ഞാൻ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ ബാലൻസ് ആയിട്ട് ഞാൻ ഇടുവാണ്. ഇപ്പോൾ കണ്ടോ, നടന്ന് പൊക്കോണ്ടിരിക്കുകയാണ്. കണ്ടോ, വലിയൊരാറാണ്. എൻ്റെ മീനച്ചിലാറങ്ങാണ്ട് കടന്നു പോകുന്നതെന്ന് ഒത്തിരി പേര് പറയുന്നത് ഞാൻ കേട്ടായിരുന്നു. കണ്ടോ, ഇതിൻ്റെ അകത്ത് ഒത്തിരി മീനുണ്ട്. ഞാൻ ഒത്തിരി പിടിച്ചിട്ടൊക്കെ ഉണ്ട്. ഒത്തിരി മീനുണ്ട് ഇതിൻ്റെ അകത്ത്. എന്ന് വെച്ചാൽ ഒരു 1000കണക്കിന് മീനുകളായിരിക്കും ഇതിനകത്ത് കാണാം. നമ്മുടെ ആൻറ്റിയുടെ വീട്ടിലോട്ട് നമുക്ക് നേരെ പോകാം. ചേച്ചി പറയുന്നത് അതാണ് താമരയാണോന്ന് അറിയത്തില്ല. എന്തിൻ്റെയോ ഒരു മുട്ട കണ്ടോ. എന്തിൻ്റെ മുട്ടാണെങ്കിലും ആട്ടെ. അവർ കണ്ട് നേരെ നടന്നു. ഇപ്പം ഞാനും കൂടെ പോട്ടെ. ഇങ്ങനെ എന്തൊക്കെ സാധനങ്ങൾ പൊങ്ങി നിൽപ്പുണ്ട്. എന്നാന്നൊന്നും അറിയത്തില്ല. ഇവിടെ ഒരു താമരയാണോ എന്തോ ഒരു സാധനം കുളത്തിലെ നിൽപ്പുണ്ട്. ഒത്തിരി എണ്ണം കുഞ്ഞു കുഞ്ഞു പൂക്കളും എല്ലാം ഉണ്ട്. പിന്നെ കടൽപ്പായൽ, പിന്നെ തവളയൊക്കെ കയറിക്കുന്ന സാധനം ഇല്ലേ, കണ്ടതാണ് അത്. ഇവിടെ ആയിട്ടൊരു വെള്ളം കിടപ്പുണ്ട് കണ്ടോ. അപ്പോൾ നമ്മൾ നേരെ എൻ്റെ അപ്പൂപ്പൻ്റെ അടുത്തേക്ക് പോവാണ്. കണ്ടോ, ഇതാണ് എൻ്റെ അപ്പൂപ്പൻ്റെ വീട്. അപ്പോൾ ഞങ്ങൾ കണ്ടത്തിനടുത്തായിട്ടാണ് വന്നിരിക്കുന്നത്. കണ്ടോ, കണ്ടം ആണ്. ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടമാണോ? കണ്ടോ കണ്ടോ, ഇവിടെയാണ് അവളുടെ വീട്. കണ്ടോ, ഇവിടെ കണ്ടമാണ്. ശത്രു എനിക്കിപ്പോൾ ഏതോ ഒരു പാട്ട് ഇതുണ്ടോ. കണ്ടോ, താമര അതിനെ നല്ല പൂവല്ലേ ഇതൊക്കെ. കണ്ടത്തിനടുത്ത് കണ്ടോ ഒത്തിരി ഉണ്ടോ. ഒത്തിരി മരങ്ങളൊക്കെ ഒടിഞ്ഞു വീണതിൻ്റെ ആണ് അങ്ങനെ കിടക്കുന്നത്. കണ്ടോ, ഇവിടെ വലിയപ്പട ചെരുപ്പം കണ്ടോ. അപ്പം ദാണ്ട് ആ ബിൽഡിംഗ് ഇല്ലേ, ആ ബിൽഡിങ്ങിൽ വെച്ച്, ആ ബിൽഡിംഗ് അല്ല ദാണ്ട് ഈ ബിൽഡിംഗ് ആണ്. ആ ബിൽഡിംഗ് ആണെന്ന് തോന്നുന്നു. ഏതോ ഒരു ഹോസ്റ്റലോ എന്തോ. അവിടെ വെച്ച് ഞങ്ങൾ 3 ചേച്ചിമാരെ പരിചയപ്പെട്ടു. ആ ചേച്ചിമാരുടെ പേര് ഗായത്രി, പിന്നെ ഒരാൾ ശ്രീലക്ഷ്മി, ശ്രീദേവി. ഈ 3 പേരെ ഞങ്ങൾ ഒരു ഹോസ്റ്റലിൽ വെച്ച്, ഏതോ ഒരു ആ ഹോസ്റ്റലിൽ വെച്ചാണെന്ന് തോന്നുന്നു. എവിടെ വെച്ച് ഞങ്ങൾ പരിചയപ്പെട്ടു. അപ്പോൾ എൻ്റെ അപ്പൂപ്പൻ അവിടെ നിൽപ്പുണ്ട്. വേറെ ഏതൊരു അപ്പൂപ്പനാണ്, എനിക്കത്ര പരിചയമില്ല. അപ്പോൾ ഇതുവഴി ബോട്ട് പോയിൻ്റാണെന്ന് തോന്നുന്നത്. കൊണ്ടോ അത്രയും ഭാഗം മാത്രം അതുപോലത്തെ രീതിയിൽ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഇങ്ങനെ. അവിടെ ഞങ്ങൾ അവിടെ തന്നെ വന്നില്ല. ഇല്ല, അല്ല ഞാൻ കണ്ടില്ല. പപ്പായില്ല അമ്മയുടെ അവിടെ ഇല്ലെന്ന് ഇവിടെ പറഞ്ഞു. പ്രാവൊക്കെ ഉണ്ട് ഇവിടെ. കാക്കയാണ് ഏറ്റവും കൂടുതൽ. ആരോ അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. അരിയൊക്കെ ഇട്ട് കൊടുത്ത് കൊത്തി തിന്നോണ്ടിരിക്കുക. കുത്തി കണ്ടോ, അരിയൊക്കെ ഇട്ട് കൊടുത്ത്. മീനൊക്കെ ഉണ്ട്, കാണത്തില്ല കണ്ടോ. നിങ്ങൾക്ക് വെള്ളത്തിൽ ജീവിക്കുന്നൊരു പ്രാവോ കൊക്കോ അങ്ങനെ എങ്ങനെ പേരറിയാമെന്ന് പറയണം. എനിക്കറിയത്തില്ല. എന്തോ കാലൊക്കെ ഉള്ള 2 കാലുള്ള പക്ഷി ഇല്ലേ, ഇങ്ങനെ കൊത്തി ഇങ്ങനെ തിന്നുന്ന അതാ. അപ്പം ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാൻ മറക്കരുത്. ഇതുപോലത്തെ നല്ല വീഡിയോസൊക്കെ കാണുന്നതും വരെ ബൈ.